അപ്പോൾ ആർക്കിയോളജി ആണോ ഇഷ്ടം, ഹിസ്റ്ററി ആണോ? ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ സർവേയുടെ ഏറ്റവും നല്ല സൈറ്റ് ഏതായിരിക്കും? ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സൈറ്റിലെ ഏറ്റവും നല്ല സൈറ്റ് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് ഇന്ത്യയിൽ ഏത് ആർക്കിയോളജിക്കൽ സൈറ്റിലാണ്? ഏതാ സെന്റർ ഓഫ് ഇന്ത്യ? സെന്റർ ഓഫ് ഇന്ത്യ, സെന്റർ ഓഫ് ഇന്ത്യ. ലാറ്റിറ്റ്യൂഡ് ആണല്ലോ കിഴക്ക് പടിഞ്ഞാറ്. അതിൽ സെന്റർ ഓഫ് ഇന്ത്യ ലാറ്റിറ്റ്യൂഡ് ഏത് ലാറ്റിറ്റ്യൂഡാണ്? എവിടെയാണ് വരുന്നത്? IST തീരുമാനിച്ചല്ലോ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അത് പാസ് ചെയ്ത് പോകുന്ന ആർക്കിയോളജിക്കൽ സൈറ്റുള്ള സ്ഥലം ഏതാണ്? IST കൽക്കട്ടയിൽ കൂടെയാണ് പോണേ. കൽക്കട്ടയിൽ കൂടി പോവോ? ഇന്ത്യയുടെ സെൻട്രലല്ലേ പോവാ എൻ്റെ കുട്ടിയെ? കൽക്കട്ട സെൻട്രലാണോ? എൻ്റെ പേരെന്നെ ആ പേര് വെച്ചിട്ടാണ്, മധ്യപ്രദേശ് എന്നാണ്. ഇന്ത്യക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് യൂറോപ്പിലുണ്ടാവുന്നതിന് മുമ്പ് ഇന്ത്യയിലൊരു ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ഉണ്ടായിരുന്നു, അറിയോ? ഭാരതത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലം ഏതാന്നാ തീരുമാനിച്ചിരിക്കുന്നത് വേദങ്ങളിലൊക്കെ? അതാണ് കൈലാസം. കൈലാസത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു ലൈൻ എടുത്തിട്ട് ലങ്കയിലേക്ക് വരച്ചാൽ അതാണ് ദേശാന്തരവിദായിനി എന്നാണ്. അത് കടന്നു പോകുന്നത് വലിയൊരു ആർക്കിയോളജിക്കൽ സൈറ്റിലൂടെയാണ്. വാത്സ്യപുരാവന്തി സ്ഥാനേശ്വരസുരാലയാൻ. എന്താണ് ലങ്ക? വാത്സ്യപുരം ഏതാ? വാത്സ്യപുരം, വാത്സ്യായനൻ ആരാന്നറിയില്ലേ? വാത്സ്യായനൻ കേട്ടിട്ടില്ലേ നീ? അത് സംസ്കൃതമൊന്നുമല്ല. വാത്സ്യായനൻ കാമശാസ്ത്രം എഴുതിയതാണ് വാത്സ്യായനൻ. വാത്സ്യായനന്റെ സ്ഥലമാണ് വാത്സ്യപുരം. വാത്സ്യപുരത്തിന്റെ പുതിയ പേരാണ് ഖജറാവോ. ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ, ഏറ്റവും നല്ല കൊത്തുപണിയുള്ള, ഏറ്റവും നല്ല ശിലകളുള്ള, ഏറ്റവും നല്ല സ്തൂപങ്ങളുള്ള സ്ഥലം ഖജറാവോ ആണ്. ഖജറാവോ ഡോക്ടർ TPS ഒന്ന് കാണണം. ഓക്കെ. ലങ്ക വാത്സ്യപുരാവന്തി. ലങ്കയിൽ ഒരു കുറ്റി നാട്ടുക, വാത്സ്യപുരത്തിലൊരു കുറ്റി നാട്ടുക. അങ്ങനെ ഒരു ഒരു ലൈനിട്ട് കഴിഞ്ഞാൽ, ഒരു നാട കഴിഞ്ഞാൽ അതിന് ദേശാന്തര വിദായിനി എന്നാണ് പറയുക. ഇപ്പോൾ ആർക്കിയോളജി പഠിക്കുന്ന സമയത്ത് വ്യത്യസ്ത തലങ്ങളിൽ പഠിക്കാം. ഒന്ന് ജിയോഗ്രഫി വെച്ചിട്ട് പഠിക്കാം, ഒന്ന് വാർ ഹിസ്റ്ററി വെച്ചിട്ട് ആർക്കിയോളജിയിലെത്താം, ഒന്ന് കാർബൺ ഡേറ്റിംഗ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച്, കെമിസ്ട്രി ഒക്കെ ഉപയോഗിച്ച് കുത്തി കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഏറ്റവും നല്ല സിനിമ ഏതാ ആർക്കിയോളജി വെച്ച് കണ്ടിട്ടുള്ളത്? ആർക്കിയോളജി ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും നല്ല സിനിമകൾ കണ്ടിട്ടുണ്ടോ? എവിടെയാ പ്ലോട്ട്? എവിടെയാ അത്? ഏത് പ്ലോട്ടിലാന്ന് പറഞ്ഞാൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. ആർക്കിയോളജിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എപ്പോഴും പേനയും പേപ്പറുമാണ് കയ്യിൽ. പാകിസ്ഥാനിലേക്ക് പോകുന്ന, പാകിസ്ഥാനിൽ വെച്ച് ആർക്കിയോളജിക്കൽ സൈറ്റുകളൊക്കെ ചെയ്യുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ സിനിമയുണ്ട്. കണ്ടുപിടിച്ചിട്ട് എനിക്ക് അതിൻ്റെ പേരൊന്ന് വാട്സപ്പ് ചെയ്യാം, നോക്കട്ടെ റിസർച്ച് ചെയ്യാൻ പറ്റുമോ. കൃത്യമായിട്ട് ആർക്കിയോളജിയാണ്, ഫുൾ ആർക്കിയോളജിയാണ്. അപ്പോൾ പലതരത്തിലുള്ള മെത്തഡോളജി ഉപയോഗിച്ചിട്ട് ആർക്കിയോളജിയിലുള്ള ഒരു സംഭാവനയും പഠനവും ഒക്കെ ആവാം. അധികം കോഴ്സുകളൊന്നും ഇല്ലാത്തതും അപ്പോയിൻമെൻ്റ് ഇല്ലാത്തതുമായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സർവേ. അപ്പോൾ വലിയ സ്കോപ്പ് ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും. അവർ ആകെ ഒരു അസിസ്റ്റൻ്റ് ലെവലിലേക്കാണ് ആർക്കിയോളജിസ്റ്റിന് എടുക്കുക. മോള് അത് കണ്ടിട്ടാണോ അല്ല വല്ല ജോലിക്കും സാധ്യതയുണ്ടെന്നുള്ള തോന്നലാണോ? അതിനേക്കാളും പ്രാധാന്യമുള്ള, അതിനേക്കാളും നല്ല ജോലി എന്തായിരിക്കും? ടീച്ചിങ് ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ്, എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ്. ഇപ്പം ഞാനും ടീച്ചിങ്ങിലേക്ക് വന്ന ആളാണ്, പക്ഷെ ആദ്യം ചെയ്തത് ടീച്ചിങ് അല്ല. അപ്പോൾ ടീച്ചിങ്ങിലേക്ക് അവസാനത്വമാണ് വേണ്ടത്.
ആദ്യം തന്നെ ടീച്ചിങ് ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഇല്ലാതെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ വിധം മാറും. പഠിച്ചു, അത് വായിച്ചു, പറഞ്ഞു കൊടുത്തു. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങോടുകൂടി കുറച്ച് പ്രാക്ടിക്കലായിട്ട് അഡ്മിനിസ്ട്രേഷനിലൊക്കെ വർക്ക് ചെയ്തിട്ട് ടീച്ചിങ്ങിൽ വരുമ്പോൾ അൾട്ടിമേറ്റ്ലി എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പോൾ അത്തരം ഒരു ജോലിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റാണ് ആർക്കിയോളജി. പക്ഷേ അതിൽ സാധാരണഗതിയിൽ പോരാ. UPSCയിൽ ആർക്കിയോളജിക്ക് വല്ല മാർഗമുണ്ടോ? UPSC എന്താണെന്നറിയോ? അതിൽ ആർക്കിയോളജിക്ക് പറ്റിയിട്ടുള്ള UPSC വല്ലതും ഉണ്ടോ ബ്രാഞ്ച്? ആർക്കിയോളജിയിൽ UPSCയിൽ കിട്ടുന്ന പോസ്റ്റ് ഉണ്ടോയെന്നാണ് ചോദിച്ചത്. സിവിൽ സർവീസിൽ തന്നെ ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ സർവീസ് എന്നൊരു സർവീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എയിം ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് കോഴ്സ് എടുത്തു എന്നുള്ളതല്ല. അത് ആർക്കിയോളജിയിൽ പോയിട്ട് അവിടെ ആർക്കിയോളജി പഠിച്ചോ, ഹിസ്റ്ററി പഠിച്ചോ, സാധാ കോളേജിൽ പഠിച്ചോ എന്നുള്ളതല്ല. എയിം ഫോർ UPSC സിവിൽ സർവീസ്, ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ സർവീസിനെ കുറിച്ചുള്ളൊരു ആ എയിം വെച്ചിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. എക്സാമിനേഷൻ അതല്ല വേണ്ടത്, ജനറൽ എക്സാമാണ് സിവിൽ സർവീസിൻ്റെ. ഡോക്ടർ TPS സിവിൽ സർവീസ് കൊണ്ട് നോക്കിയോ, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക ഇന്ന് മുതൽ. നല്ലപോലെ വായിക്കുക. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂസ് എന്താണ്? മേ ബി ദിസ് വീക്ക് എന്താണ് ന്യൂസ്? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് കറണ്ട് അഫയേഴ്സാണ്. കാരണം ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് നാളത്തെ ജനറൽ നോളജ്. മനസ്സിലായി? ഇവിടെ കുറേ ടീമുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും യാത്ര ചെയ്തിട്ടുണ്ട്. അവരെന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത്? ഇപ്പം ഇന്ത്യയിലെ കുറേ മെമ്പർ ഓഫ് പാർലമെൻറ്റ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തും യാത്ര ചെയ്യുന്നുണ്ട്. അവരെന്തിനാണ് യാത്ര ചെയ്യുന്നത്? കറണ്ട് അഫയേഴ്സ് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, പലരുടെയും ധാരണ ജനറൽ നോളജ് ചെക്ക് ചെയ്യുന്നത് മെമ്മറൈസിങ് എബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ്. ശരിക്കും അതിനല്ല. നിങ്ങൾക്ക് ഇന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അതല്ലാതെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതിയിട്ട് പാസ്സാവോ നോക്കാനല്ല, ബുദ്ധി ടെസ്റ്റ് ചെയ്യാനല്ല. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ഒരാൾ രാവിലെ എണീറ്റാൽ ഇന്ത്യയിൽ എന്താണ് ന്യൂസ് എന്ന് തപ്പി നോക്കി കണ്ടുപിടിക്കുന്നൊരു സ്വഭാവമുള്ളവർക്കാണ് ഇന്ത്യയെക്കുറിച്ച് അറിയാം. അതുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ ടെസ്റ്റുകളും. അപ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതാണ്. അതുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ദാറ്റ് വിൽ ഫോളോ ഓൾ ടുഗദർ. ഇപ്പം നമ്മുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പേര് പഠിക്കുന്നത് ബൈഹാർട്ട് പഠിച്ചിട്ടല്ലല്ലോ, അതിൽ താല്പര്യമുള്ളതുകൊണ്ടല്ലേ നമ്മൾ പഠിക്കണേ. അപ്പോൾ ആ താല്പര്യം ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ ആർക്കിയോളജിയെക്കുറിച്ചും ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചും ഇന്ത്യയുടെ ഹെറിറ്റേജിനെ കുറിച്ചും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് അത്യാവശ്യം. അപ്പം ഇതിന് സംശയങ്ങളൊന്നുമില്ല. പോയി ചേരുക, ആർക്കിയോളജി പഠിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് എയിം ചെയ്യുന്നത്? BHUവിൻ്റെ ഹിസ്റ്ററി എന്താണെന്നറിയോ? ആരാ തുടങ്ങിയത്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ആരാ തുടങ്ങിയത്? ഹിസ്റ്ററി താല്പര്യമുള്ള ഒരാൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി ആദ്യം അറിയണ്ടേ? ഇപ്പം ഞാനാണ് അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഇൻ്റർവ്യൂവിലാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എന്ത് വിവരം എത്ര മാർക്ക് ഉണ്ടെങ്കിലും ഇതിന് ഉത്തരം അറിയില്ലെങ്കിൽ ഇവിടെ വരണ്ടെന്ന് പറയും. ഇപ്പോൾ ഡോക്ടർ TPSനെ അറിയാത്ത ഒരാൾ ഡോക്ടർ TPSൻ്റെ അടുത്തേക്ക് വരരുത്. അതുപോലെ BHUവിൽ പോകുമ്പോൾ അറിയേണ്ടതാണ്. BHU ഡോക്ടർ TPSനെ അടിച്ചു നോക്കൂ. ഞാൻ 1985 പോയിട്ടുണ്ട്. എത്ര വർഷം മുമ്പ്? 40 വർഷം മുമ്പ്. ഞാൻ താമസിച്ചിട്ടുള്ള ക്യാമ്പസാണ് BHU. ഓക്കെ, അപ്പോൾ അതറിയാം. അദ്ദേഹവും ഹൈദരാബാദുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. BHUവും ഞാനിപ്പോൾ താമസിക്കുന്ന ഹൈദരാബാദിലാണ്. നിസാമുമായിട്ട് ബന്ധമുണ്ട്. തുടങ്ങിയത് നിസാമൊന്നുമല്ല. അതൊരു തമാശയാണോ കഥയാണോ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഹിസ്റ്ററിയിൽ പറയുന്നത് കേട്ട് കേൾവിയുള്ളൊരു സംഭവം ഡാഷ് 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 അത് ചോദ്യമാണല്ലോ, അപ്പോൾ അതിന് ഉത്തരം ഞാൻ പറയാൻ പാടില്ല. BHU തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഹൈദരാബാദിൽ വന്നുവെന്നും നിസാമിനോട് കാശ് ചോദിച്ചുവെന്നും നിസാം കാശ് തരാം എന്ന് പറഞ്ഞു, പക്ഷേ ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമാക്കണം, ഹിന്ദു എടുത്തു കളയണം എന്ന് പറഞ്ഞു.
കാരണം മുസ്ലിം രാജാവ് എന്തിനാ ഹിന്ദു യൂണിവേഴ്സിറ്റിക്ക് കാശ് കൊടുക്കണേ? അപ്പോൾ ഡാഷ് 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 പറഞ്ഞു, ഞാൻ കാശ് കൊണ്ടേ ഇവിടുന്ന് പോവുള്ളൂ. അവർ ആർഗ്യുമെൻ്റ് ഉണ്ടാവുകയും നിസാമിന് ദേഷ്യം പിടിച്ചിട്ട് ചെരുപ്പ് വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് അയാളുടെ മുഖത്തേക്ക്. ആ ചെരുപ്പ് കൈ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഡൊണേഷൻ കിട്ടിക്കഴിഞ്ഞു എന്ന്. കാരണം നിസാമിൻ്റെ ചെരുപ്പിൽ ജ്വല്ലറികളും ജ്വൽസും വളരെ ഡയമണ്ട്സും ഒക്കെ പതിച്ചിട്ടുള്ളതാണ്. രാജാവിൻ്റെ ചെരുപ്പല്ലേ. അയാളിവിടെ ചാർമിനാറിൽ പോയിട്ടത് ഓപ്ഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നും. അപ്പോൾ ഒരു ചെരുപ്പ് കൊണ്ട് നിസാം എന്ത് ചെയ്യും? ആ ചെരുപ്പ് ഓപ്ഷനിൽ എന്ത് വില കൊടുത്തും തിരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഡൊണേഷൻ കൊടുത്തത് നിസാമാണെന്നും ഒരു കഥയൊക്കെ ഉണ്ട്. ആളുടെ പേര് പറയണോ? ഞാൻ മദൻ മോഹൻ മാളവ്യാണ്. അവിടുത്തെ ഏറ്റവും പ്രസിദ്ധനായ വൈസ് ചാൻസലർ ആരായിരുന്നു? BHUവിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ വൈസ് ചാൻസലർ. അയാളും ഇന്ത്യയായിട്ട് നല്ല ബന്ധമുണ്ട്. വലിയ ബന്ധമുള്ള ഒരാളാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. എൻ്റെ കുട്ടി ഏതാ ടീച്ചേഴ്സ് ഡേ? സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് അവിടുത്തെ വൈസ് ചാൻസലർ. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ നല്ലോണം പഠിക്കണം, ഇന്ത്യയെക്കുറിച്ച് അറിയണം, അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇനി ആർക്കിയോളജി പഠിക്കാൻ ഇന്ത്യ ഒന്നുമല്ല നല്ല സ്ഥലം. അതിനേക്കാളും നല്ല സ്ഥലങ്ങളാണ് ഏതൊക്കെ? ഗ്രീസ്, ഇറ്റലി, അതുപോലെ നല്ല ജോലി കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ല സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞത് മാമോത്ത് കേവ്സ് എന്നൊക്കെ പറഞ്ഞ എവിടെയാ? മാമോത്ത് കേവ്സ് ഡോക്ടർ TPS നടിക്ക് US അപ്പം അവിടെയൊക്കെ വലിയ ആർക്കിയോളജിക്കൽ സൈറ്റുകൾക്കൊക്കെയുള്ള അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങൾക്കൊക്കെ കാശ് ഇഷ്ടം പോലെ കൊടുക്കുന്ന ഗവൺമെൻറ് അമേരിക്കയിലൊക്കെയാണ്. യൂറോപ്പിലും അമേരിക്കയിലൊക്കെയാണ്. ഏഷ്യയിലും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വ്യത്യസ്തമായ. ഇപ്പോൾ ആർക്കിയോളജി മിഡീവിയലാണോ? ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്കുള്ള പ്രാധാന്യങ്ങൾ എന്താണ്? കണക്ഷൻസ് എങ്ങനെയാണ്? ഹെറിറ്റേജ് സൈറ്റുകളാണോ പ്രാധാന്യം? ഒക്കെ നല്ലോണം പഠിക്കണം. നല്ല സന്തോഷമുണ്ട് എന്തായാലും ഒരു വ്യത്യസ്തമായ കോഴ്സുമായിട്ട് വന്നതിൽ. ഇനി അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഓപ്ഷൻ? കിട്ടും എന്ന് ഉറപ്പുണ്ടെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്നോട് ചോദിച്ചത്. പക്ഷേ അത്ര നല്ല കോളേജാണ്. ഞാൻ പറയാം, വീട്ടിലിരുന്നിട്ട് പഠിക്കാൻ പറ്റുന്ന വിവരം മാത്രമേ പാലയിൽ പോയാലും കിട്ടുള്ളൂ. കാരണം ഇതിൽ വലിയ ടീച്ചർമാർ ഈ പറയുന്ന സൈറ്റുകളൊന്നും ചിലപ്പോൾ കണ്ടിട്ടേ ഉണ്ടാവും. എൻ്റെ ബ്രദർ ഹിസ്റ്ററി ടീച്ചറായിരുന്നു എൻ്റെ സ്കൂളിൽ. അപ്പം ഞാൻ പലപ്പോഴും ഓരോ സൈറ്റിൽ പോയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോയും ഞാനതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സാണ്. എൻ്റെ ബ്രദർ പറയും, ഞങ്ങളൊക്കെ ഇതിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞത് ഇതൊന്നും കാണാതെയും കേൾക്കാതെയും അനുഭവിക്കാതെയും ആണല്ലോ എന്നറിയുമ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് ശരിക്ക് അനുഭവിച്ചറിയുന്ന ഒരാളുടെ സംഭവവും പുസ്തകത്തിൽ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നതെന്ന് എൻ്റെ മൂത്ത ബ്രദറിന് എൻ്റെ സോഷ്യൽ സയൻസ് ടീച്ചറായിരുന്നു. എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ച എൻ്റെ ബ്രദറാണ്. ആ ഏട്ടൻ എന്നോട് പറയും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഈ ഹിസ്റ്ററി പ്രൊഫസർമാർ, വളരെ ചുരുക്കം പേര് ചിലപ്പോൾ. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിരുന്ന ആളാരായിരുന്നു? കേരളത്തിൽ ഹിസ്റ്ററിയുടെ ആനുകാലിക പ്രസക്തിയിൽ ഏറ്റവും പ്രസിദ്ധനായ ഹിസ്റ്റോറിയൻ ഈ കഴിഞ്ഞ കുറച്ച്, അയാളുടെ പേര് ഷിറ്റ് എന്നാണ്, MGS നാരായണൻ. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം കോഴിക്കോടിനെ കുറിച്ചുള്ള റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ. അപ്പോൾ നമ്മുടെ ആഗ്രഹം ഇതൊക്കെ പഠിക്കുമ്പോൾ, ആർക്കിയോളജിയും ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ചെയർമാനാവണം. അവർ തന്നെയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിസർച്ചിൻ്റെയും ഒക്കെ ചെയർമാനായിട്ടുണ്ടായിരുന്ന. ആ സമയത്തൊക്കെ ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ സെമിനാറുകളിലും അവരുടെ ക്ലാസ് എടുക്കാനും അവരുടെ ഫണ്ടിങ്ങും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഓക്കെ. അപ്പോൾ നല്ലപോലെ ഹയർ ലെവലിൽ ചിന്തിക്കുക, ഹയർ ലെവലിൽ ഡിസ്കസ് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തിട്ട് എപ്പോഴെങ്കിലൊക്കെ വന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ. സിവിൽ സർവീസിൻ്റെ 2 പുസ്തകമുണ്ട് എൻ്റെ. ഒന്ന് സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക്, മറ്റൊന്ന് സിവിൽ സർവീസ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. കുറച്ച് സിവിൽ സർവീസിൻ്റെ ക്ലാസ്സുകളും എൻ്റെതുണ്ട്. അതിൽ എനിക്ക് സംസ്കൃതം അറിയില്ല, എനിക്ക് വേദം അറിയില്ല, അതല്ല, എനിക്ക് ഇന്ത്യ അറിയണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളൊക്കെ. പിന്നെ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അതിൻ്റെ ബ്രീഫ്
ഒരു ന്യൂസെങ്കിലും ബ്രീഫ് ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരാം. Then I'll tell you your comprehension skill, whether it is up to the mark or you can improve it or not. അത് ഇൻ്റർനാഷണൽ പേജ് ഓഫ് ഹിന്ദു ന്യൂസ് പേപ്പർ മാത്രം എടുത്ത് വായിക്കും. ഞാനിപ്പോൾ ഹൈദരാബാദിലാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൻ്റെ ഒരു നേരെ അപ്സ്റ്റെയറിലുള്ള ഒരു വീട്ടിൽ ഐ ഹാവ് എ ഹ്യൂജ് ലൈബ്രറി ഫുൾ ഓഫ് ബുക്സ്. അതിൽ സിവിൽ സർവീസിൻ്റെ ലാർജ് നമ്പർ ഓഫ് ബുക്സ്. സിവിൽ സർവീസ് മാത്രമല്ല, കാറ്റ്, ജിമാറ്റ്, GRE, എന്തൊക്കെ എക്സാമിനേഷൻസ് കോമ്പറ്റിറ്റീവ് എക്സാംസ് ഉണ്ടോ അതിനൊക്കെയുള്ളൊരു സെൻറ്ററാണ്. വി ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ കം ആൻഡ് ദെൻ പ്രിപ്പയർ ഹിയർ. ഇപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നില്ല, കോവിഡിന് ശേഷം. ബട്ട് 2013 മുതൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലം. ഓക്കെ, ആരൊക്കെ ഉണ്ട് മോളെ വീട്ടിൽ? ഞാൻ അവിടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. എപ്പോഴാണ് അറിയാം? രാത്രി 12 മണി മുതൽ 3 മണി വരെ. ഒരു ക്യാമ്പ് നടക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഗുരുവായൂർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് രാത്രി 12 മണിയായി. എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് ഇപ്പോൾ ക്ലാസ്സാന്ന് പറഞ്ഞു. ഇപ്പോൾ ബെസ്റ്റ് വിഷസ്, ഓൾ ദ ബെസ്റ്റ്. ശാന്തിനികേതനിൽ ഒക്കെ പോകണം, ഓപ്ഷൻ അതാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. പക്ഷെ അന്നത്തെ ക്വാളിറ്റി ഒന്നും ഇല്ല. ഇപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ചിൻ്റെ സെക്രട്ടറി ആയിരുന്നാൽ ഇപ്പോൾ അവിടെ ഒരു പ്രൊഫസറാണ്. അപ്പം എനിക്കറിയാം, ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് എത്തി നോക്കി പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ളൂ. വലിയൊരു ക്വാളിറ്റി ഒന്നും. ഞാൻ ഇടയ്ക്കിടയ്ക്കേ പോകുന്നൊരു സ്ഥലമാണ് കൽക്കട്ട, കുറച്ച് കാലമായിട്ട്, നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ച്. ഇത് പബ്ലിഷ് ചെയ്യാലോ അല്ല നമ്മളും? ഇത് യൂട്യൂബിൽ ഇടാലോ? യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാലോ എന്ന് ഈ ഡിസ്കഷൻ? വേണ്ട. ഇയാളുടെ പിക്ചർ ഒഴിവാക്കിയിട്ടിടാലോ? അതും പറ്റില്ല. എൻ്റെ ഡിസ്കഷൻസൊക്കെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ കുറേ ടൈം ഡിവോട്ട് ചെയ്യുന്നത്, എൻ്റെ ലൈഫ് തന്നെ ഡിവോട്ട് ചെയ്യുന്ന ഇതിനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ ചിലർക്കൊന്നും അതെ പേഴ്സണലായിട്ട് നമ്മൾ ചിലർക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ. ഇത് ജനറൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നതാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുക. ഞാൻ ചെയ്യുന്നതിൽ ഇപ്പോൾ 100-90 പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം അവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലം, ഫാമിലി പ്രോബ്ലം, അവരുടെ വേവലാതികൾ, ആവലാതികൾ, കഷ്ടപ്പാടുകൾ, അസുഖങ്ങൾ ഒക്കെ ഡിസ്കസ് ചെയ്യും. ഞാൻ ഒരു സൈക്കോ തെറാപ്പിസ്റ്റും കൂടിയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല. പക്ഷേ അക്കാഡമിക്കായിട്ട് വരുന്നത് എപ്പോഴും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. മനസ്സിലായി? അതിൽ ചിലപ്പോൾ ADHD ഉണ്ടെന്ന് പറഞ്ഞൊരു കുട്ടി അടുത്ത കാലത്ത്, ആ കുട്ടിക്ക് ADHD ഇല്ല, അത് മിസ്ഗൈഡ് ചെയ്തതാണ് ആരും. അപ്പോൾ അതിടുന്നതിൻ്റെ ഒരു ബിറ്റ് ഇടുന്നത് എന്തിനാ വെച്ചാൽ അങ്ങനെ പലരെയും അങ്ങനെ മാത്രം ഇട്ടത് കൊണ്ടൊരു 18 പേര് കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് കോൺടാക്ട് ചെയ്തു. പലരും ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, തെറ്റായിട്ടാണ് ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇത് നമ്മൾ ആരെയും ഡിഫെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ള സംഭവമൊന്നും അല്ലല്ലോ. ഇടണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. I can edit out your picture, I'll put only my picture. That's okay. Right? വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. No, you can tell, we can be frank, no issue. അതല്ലെങ്കിൽ ഞാനിടും എൻ്റെ ഭാഗം മാത്രം, ഒരു വാക്ക് പോലും വരാതെ. പക്ഷെ ഞാൻ ഈ ഒരു 30 മിനിറ്റ് ഡിസ്കസ് ചെയ്തത്, അല്ല 11 എത്ര മിനിറ്റായി ആ ഡിസ്കസ് ചെയ്തതിന് ഐ വിൽ ഹാവ് ടു ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് ടൈം ഓൺ കട്ടിങ്. നിങ്ങളുടെ സൗണ്ടും ആ ഊ ഒക്കെ കട്ട് ചെയ്തിട്ടിടുന്നു. ഞാൻ പറയുന്നത് എനിക്കിടുന്നതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നോബഡി വിൽ നോ ടു ഹും ഐ എം ഡിസ്കസിങ്. പക്ഷെ അതിൽ ആ പേരും സ്ഥലവും ഡെഫിനറ്റ്ലി ഓൾ ദറ്റ് ഐ ഹാവ് ടു കട്ട്. നോ, editing will take more time. Your options are 2-3, you can tell. Okay, God bless you. Ishwara Anugraha.